ഹായ് ഓൾ, മീറ്റ് ദ ചാമ്പ്യൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെയാണ്. ഓൾ ഇന്ത്യ നടന്ന ഒരു എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ 3ാം റാങ്കുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന വിഷ്ണുനാഥ്. ICMR എക്സാമിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റിൽ ഓൾ ഇന്ത്യ 3rd റാങ്കാണ്. വെൽക്കം വിഷ്ണു. താങ്ക് യു സർ. വിഷ്ണു ഏകദേശം ഒരു വർഷമായിരിക്കുന്നു SSC എക്സാംസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു വർഷമായി. എങ്ങനെയാണ് ഈ സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്? വിഷ്ണുവിൻ്റെ പ്രിപ്പറേഷൻ സാധനങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മെയിനായിട്ട് CGL എക്സാമിനാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ 2022 നവംബർ ബാച്ചിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് ടാർ 1 കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു CGL എക്സാം. അപ്പോൾ എനിക്ക് കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യാനോ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ടാർ 1 കഴിഞ്ഞ ഉടനെ തന്നെ ടാർ 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയത്. ഈ SSC എക്സാം മാത്രമല്ല നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അതേമാതിരി ഇൻ്റലിജൻസ് ബ്യൂറോ, റെയിൽവേ എക്സാംസ്, ICMR അങ്ങനത്തെ പല സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും നമുക്ക് CGL ഫോക്കസ് ചെയ്താൽ നമുക്ക് ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. വിഷ്ണുവും ഇതുപോലെ PG കഴിഞ്ഞതിന് ശേഷം ഈ SSC ഫീൽഡിലേക്ക് എത്താനിടയായ ഒരു സാഹചര്യം എന്തായിരുന്നു? SSC എക്സാം ഞാൻ PG കഴിഞ്ഞത് എൻ്റെ 22ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം. അപ്പം ടീച്ചിങ്ങിൽ പോവുകയാണെങ്കിൽ ഇനി B.Ed വേണം, 2 വർഷം അവിടെ പോകും. പിന്നെ PSC എഴുതി കിട്ടണമെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ 2 വർഷം അതിനും എടുക്കും. അപ്പം ഈ കാലതാമസത്തിനനുസരിച്ച് ഏജും കൂടുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി SSC ആണ് കൂടുതൽ ബെറ്റർ എന്ന്. കാരണം പെട്ടെന്ന് നിയമനം നടക്കും. പിന്നെ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താണെങ്കിൽ കിട്ടുമെന്ന് തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടി ഇതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ SSCയിലേക്ക് വന്നു. സോ വിഷ്ണു ഇപ്പം എഴുതിയിരിക്കുന്ന ICMR എക്സാം നോർമലി SSC പരീക്ഷകളിലേക്ക് വരുമ്പം എല്ലാവരും പറയുന്ന ഒരു വസ്തുതയാണ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട്, ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്. വിഷ്ണു ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക്സ് ആണ് ക്വാളിഫിക്കേഷൻ. ബട്ട് ഈ എഴുതിയിരിക്കുന്ന എക്സാമിൽ 50 മാർക്കിൻ്റെ മാത്സ് ഉണ്ട് താനും. മാത്സിനെ എങ്ങനെയാണ് വരുതിയിലാക്കിയത്? അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയയെ. അത് ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചത്. അപ്പോൾ എനിക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് തീരെ ഇല്ല. ശരിക്കും സയൻസ് അഡ്വാൻസ് മാത്സ് എനിക്ക് തീരെ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇവിടെ ടാർ 1 കഴിഞ്ഞതിന് ശേഷം ഇവിടെ റെഫറൻസിന് വരുന്നായിരുന്നു. അപ്പോൾ ഒരു സർക്കിൾസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരു 5-6 ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള. അപ്പം എനിക്ക് മാത്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കും. അപ്പം നമ്മൾ 5 ആൾക്കാരും കൂടി ഇത് ചെയ്യും. അപ്പോൾ 5 ആൾക്കാരും പല പല മെത്തേഡിലാണ് ചെയ്യുക. അപ്പോൾ ഇവരെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്സിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടി ടൈം അതിന് കൊടുത്തു. തന്നെയാണ് സ്ട്രോങ് അല്ലാത്ത ഒരു ഏരിയ സ്ട്രോങ് ആക്കാൻ വേണ്ടി കൂടുതലായിട്ട് സമയം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കൂടാതെ ഒരു നല്ല കോർ ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്തു. ഓക്കെ. അപ്പം വിഷ്ണു മറ്റ് സബ്ജക്റ്റുകൾ എങ്ങനെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും ഫോക്കസ് ചെയ്യും, എല്ലാം കവർ ചെയ്യും. ഇപ്പോൾ റീസണിങ് ഞാൻ എല്ലാ ദിവസവും ഒരു മോക്ക് എടുക്കും. റീസണിങ് അത്ര കൂടുതൽ ശ്രദ്ധ കൊടുക്കില്ല. ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ എല്ലാ ദിവസവും സെക്ഷണൽ മോക്ക് എടുക്കുകയും ചെയ്യും. അതേകൂടെ തന്നെ അതേമാതിരി പഠിക്കുകയും ചെയ്യും. ഓക്കെ. വിഷ്ണു ഈ എക്സാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? കാരണം ICMR പോലുള്ള എക്സാമിനേഷൻ മറ്റു പലരും ശ്രദ്ധിക്കാറില്ലാത്തൊരു സാധനമാണ്. അതും എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ 5 വേക്കൻസിയോ മറ്റോ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു അതിലേക്ക് ഒരു പ്രചോദനം? കാരണം ഇത്രയും കുറഞ്ഞ വേക്കൻസി ഉള്ള ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ അയക്കാൻ പോലും പലരും മടിക്കാറുണ്ട്. അതെ. എങ്ങനെയാണ് വിഷ്ണു അതിന് പ്രചോദനം കിട്ടിയത്? എന്തൊക്കെയാണ്? ഞാൻ ആക്ച്വലി ഇതിൻ്റെ വേക്കൻസി അറിഞ്ഞത് ഇവിടുത്തെ ഒരു ഫ്രണ്ട് ത്രൂ ആണ്. അപ്പം ഞാനത് ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചാൽ 5 വേക്കൻസി. അപ്പോൾ എനിക്ക് ആദ്യം ഇതിന് കൊടുക്കണോ കിട്ടുമോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കൊടുക്കാം. ഇനി ഒരു എക്സാംസ് ഈ അടുത്തൊന്നുമില്ല. CGL കഴിഞ്ഞു, SSC ഒരു ഇതെല്ലാ എക്സാംസും ആ വർഷത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത്. അപ്പം ഇതിൻ്റെ സിലബസ് 50 മാർക്കിന് SSC ആണ്, SSC പാറ്റേൺ ആണ്. ബാക്കി 50 മാർക്ക് റിസർച്ച് മെത്തഡോളജി, പിന്നെ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. അത് ബേസിക്കലി ഫുൾ ബയോളജി, ഇവിടെ പഠിപ്പിക്കുന്ന ബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഈ എക്സാം എനിക്ക് ഈസി ആയിരുന്നു. പക്ഷേ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 5 വേക്കൻസി ആണല്ലോ ഉള്ളത്. പിന്നെയാണ് അവർ വിളിച്ചത്, കിട്ടി, സെലക്റ്റഡായി. പിറ്റേ ദിവസം തന്നെ റാങ്ക് പബ്ലിഷ് ചെയ്ത്. ഈ പ്രൊസീജിയർ എത്രത്തോളം സമയമെടുത്തു? ഇത് ഞാൻ നവംബറിലാണ് എക്സാം അപ്ലൈ ചെയ്തത്. പിന്നെ ഡിസംബർ 7-നാണ് എനിക്ക് എക്സാം. ഞാൻ ചെന്നൈ പോയി. ജനുവരിയിൽ ഇതിൻ്റെ റിസൾട്ട് വന്ന്, ജനുവരി 4-ന് റിസൾട്ട് വന്ന്. പിന്നെ ജനുവരി 11-ന് ഇതിൻ്റെ DV കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ.
വിഷ്ണുവിന് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ അറിയാമായിരുന്നു ഇത് ഇത്രയും നല്ലൊരു പോസ്റ്റാണ് എന്നതും കൂടാതെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഗസ്റ്റഡ് റാങ്കിലേക്കാണ് എത്തുന്നത് എന്നതും. ഐ തിങ്ക് വിഷ്ണുവിന് ഇപ്പോൾ 24 വയസ്സ്, 24 വയസ്സ്, 29 വയസ്സാകുമ്പോഴേക്കും ഒരു ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പോസ്റ്റിലേക്കാണ് വിഷ്ണു കയറിയിട്ടുള്ളത്. ആദ്യമേ ഇതേക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തത്? തീർച്ചയായും ഞാൻ ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും പിന്നെ പ്രൊമോഷനും കാര്യങ്ങളും സ്കെയിലും ഒക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷെ എന്നാലും അത് കിട്ടൂല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കിട്ടിയാൽ വളരെ എന്താ പറയുക, പെട്ടെന്ന് നമ്മളെ ലൈഫ് സെറ്റാവും. അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എന്നാലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു പരീക്ഷ 5 വേക്കൻസി ഉള്ളൂ, പക്ഷെ ഭാഗ്യവശാൽ കിട്ടി. ഓക്കെ, വിഷ്ണു ഇപ്പം എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷമാവുന്നു. ഒരു വർഷം, കൃത്യമായിട്ട് ഒരു വർഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരം എക്സാമിനേഷൻ എഴുതുന്ന ഒരുപാട് പേരെ വിഷ്ണു കണ്ടിട്ടുണ്ടാവും. എന്തായിരിക്കും പലരും വിത്ഡ്രോ ചെയ്തു പോകുന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് തോന്നുന്നത്? കാരണം അവരോട് എന്താണ് വിഷ്ണുവിന് അഡ്വൈസ് ചെയ്യാനുള്ളത്? നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഒരു വേർഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൺസിസ്റ്റൻ്റ് ആവണം, ഡിറ്റർമിൻഡ് ആവണം. അതിലുപരി നമ്മൾ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യാൻ പഠിക്കണം. കാരണം സാക്രിഫൈസ് ആണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ. സാക്രിഫൈസ് എന്നുകൊണ്ട് വിഷ്ണു എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പം നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പലതിലും എൻഗേജ്ഡ് ആയിരിക്കും. വേണമെങ്കിൽ കൂടുതൽ യാത്രകൾ ചെയ്യും, പിന്നെ കുറച്ച് അടിച്ചുപൊളിയൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പം പലതും കുറയ്ക്കേണ്ടി വരും. വേണം സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കേണ്ടി വരും. പാടെ ഒഴിവാക്കണം എന്നില്ല, പക്ഷെ ഇങ്ങനത്തെ കൂടുതൽ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈം കൊണ്ട് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് കൺട്രോൾഡ് ആയിട്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, ഐ മീൻ ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അതെ, ഓക്കെ. പഠനത്തിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, വിഷ്ണുവിൽ ഞാൻ കണ്ട നല്ല ക്വാളിറ്റിയും അത് തന്നെയായിരുന്നു. കാരണം വിഷ്ണു എല്ലാ ദിവസവും ഇവിടെ റെഫറൻസ് ലൈബ്രറി സൗകര്യം ഉപയോഗപ്പെടുത്തിയ ഒരു കാൻഡിഡേറ്റ് ആണ്. കമ്പൈൻ സ്റ്റഡി എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. കാരണം നമ്മൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കൂടുതൽ ഇത്രയും പഠിച്ചല്ലോ, ഇന്നിത് മതി, ഈ ലിമിറ്റ് കഴിഞ്ഞു. പക്ഷേ ഈ കമ്പൈൻ സ്റ്റഡിക്ക് വരുമ്പോഴാണ് ഈ മറ്റുള്ള കാൻഡിഡേറ്റ്സൊക്കെ എത്രത്തോളം പഠിക്കുന്നത്, എങ്ങനെ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങളെങ്ങനെ എത്രയും പഠിക്കുന്നു, ഈ സബ്ജക്റ്റിൽ എങ്ങനെ എത്ര മാർക്ക് കിട്ടുന്നത്. അപ്പം അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അത് വളരെ ഹെൽപ്ഫുള്ളാവും. അത് നല്ല ടീം വർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ജയിച്ച് കയറാം. അതെ. അപ്പം വിഷ്ണുവിന് ഇപ്പം ഇനിയുള്ള അടുത്തൊരു ഫ്യൂച്ചർ എക്സാംസ് വിഷ്ണു ഏതെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇനി CGL അടുത്ത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അതിനിപ്പോൾ CGLിലേക്ക് പഠിച്ച് വീണ്ടും തുടങ്ങും. വിഷ്ണു SSC CGL പഠിച്ചപ്പം ഇംഗ്ലീഷ്, GK ഇതുപോലുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ LSM PM ആണ് ഞാൻ റെഫർ ചെയ്തത്. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസും. GK ആണെങ്കിൽ GK ഇംഗ്ലീഷിന് കൂടുതലാണ്. ഈ ടെലിഗ്രാമിൽ കുറേ ഗ്രൂപ്പുണ്ട്, അവരെ ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന ദിവസം. പിന്നെ പിനാക്കിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ GK പഠിച്ചത് പിനാക്കിളിൻ്റെ പുസ്തകം വെച്ച് മാത്രമാണ്. ഞാൻ ലൂസൻ്റ് ഒന്നും നോക്കിയിട്ടേ ഇല്ല, വായിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ വിഷ്ണുവിൻ്റെ ഏകദേശം ഒരു ദിനചര്യ വെറുതെ ഒന്ന് പറയാമോ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ഏകദേശം എത്രത്തോളം പഠനം സമയത്തിന് മാറ്റിവെക്കുന്നു? എങ്ങനെയായിരുന്നു വിഷ്ണുവിൻ്റെ ഈ ഒരു വർഷത്തെ കോമ്പറ്റീവ് ലൈഫ്? ഞാൻ രാവിലെ എല്ലാ ദിവസവും ഇവിടെ വന്ന് പഠിക്കും. അപ്പം രാവിലെ ഒരു 9:30 to 5 മണി വരെ ഞാൻ ഇവിടുന്ന് ദിവസം മോക്ക് എടുക്കും. പിന്നെ ഇംഗ്ലീഷും മാത്സും ആണ് ഞാൻ ഇവിടെ വന്നാൽ നോക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ആ 2 സബ്ജക്റ്റ് കമ്പൈൻ സ്റ്റഡി ആയിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ബസ്സിലാണ് വരാറ്. ഓക്കെ, അപ്പം ബസ്സിൽ നിന്നൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ക്വിസ് അറ്റൻഡ് ചെയ്യും. പിന്നെ വീട്ടിലെത്തിയാണെങ്കിൽ ഞാൻ ഈ മോക്ക് എടുത്ത എല്ലാം അനലൈസ് ചെയ്ത് വീട്ടിൽ പോയിട്ടാണ്. പിന്നെ GKയിലേക്കാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ തന്നെ. ദിവസം ഒരു ആവറേജ് ഒരു 6 hours ഞാൻ എന്തായാലും പഠിക്കുകയായിരുന്നു. ആവറേജ് 6 hours പഠിച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസം 8 മണിക്കൂറും. ഓക്കെ, ചില ദിവസം നീണ്ടുപോകാം, ചില ദിവസം കുറഞ്ഞേക്കാം. എന്തായാലും ആവറേജ് ഒരു 6 hours. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇതുപോലെ മത്സര പരീക്ഷകൾ എഴുതുന്ന അടുത്ത ജനറേഷനോട് അല്ലെങ്കിൽ വിഷ്ണുവിനോടൊപ്പം ഇരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികളോട് എന്താണ് വിഷ്ണുവിൻ്റെ അഡ്വൈസ്? നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. നമ്മളൊരു എക്സാമിലേക്ക് ഇറങ്ങിയാണെങ്കിൽ ഇത് കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ പോവുക, അല്ലെങ്കിൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നവരെ ഇത് ഇരുന്ന് പഠിക്കും എന്നൊരു മെൻറ്റാലിറ്റി നമുക്ക് വേണ്ടി. അങ്ങനെ ഇരുന്നാണെങ്കിൽ നമുക്ക് എന്തായാലും എക്സാം കിട്ടും. വേണമെങ്കിൽ നമ്മൾ വിചാരിച്ച പോസ്റ്റൊന്നും പെട്ടെന്ന് കിട്ടിയെന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ജോലി നമുക്ക് കിട്ടും. കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ,
എന്തായാലും വിഷ്ണുവിൻ്റെ കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല. വളരെ വേഗത്തിൽ ജോലി മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. വിഷ്ണു അത് നേടിയിട്ടുണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ. സോ എന്നാണ് ജോയിൻ ചെയ്യുന്നത്? ഞാൻ ഫെബ്രുവരി ലാസ്റ്റിനാണ് ജോയിൻ ചെയ്യുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് വിഷ്ണു. താങ്ക് യു സർ.